ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഇന്നലെ പുലർച്ചെ. അപ്പോൾ ആ വീഡിയോയിൽ ചെറിയൊരു തിരുത്തുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ലിസ്റ്റിൽ നിന്ന് ഒരാളെ വെട്ടി അറിയാണ്ട്. ഞാൻ ഇന്ന് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഉണ്ട്, 3 4 നാലാമത്തെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരാളെ അറിഞ്ഞും കൊണ്ട് ലിസ്റ്റിൽ നിന്ന് വെട്ടിയ മാതിരിയാണ്. ഇനിയിപ്പോൾ ആ ആൾക്ക് സങ്കടം ആകണ്ടാച്ചിട്ട് അപ്പം ഞാൻ ഈ രണ്ടാമതൊരു വീഡിയോ കൂടി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അറിഞ്ഞും കൊണ്ട് ഓൻ കഷ്ടപ്പെട്ടവരൊക്കെ കെട്ടിയിട്ട് പിന്നെ ഓന ആ ലിസ്റ്റിൽ ചേർക്കാതെ നമ്മൾ ഒരെണ്ണം കമ്മിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഓന്റെ അഭിമാനത്തിന് ഓർത്തിട്ട് ഞാൻ ഓനെയും കൂടി ചേർക്കുക. 4 3 കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം മെയിൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് മുഴുവതാണ് എന്ത് 3 4 എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഒന്നാണ് പറയാലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് എന്തായാലും ഇതിന്റെ പുറകെ നടക്കാൻ ഒരു താല്പര്യമില്ല. ഞാനിവരെ ആരെയും നന്നാക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഓല് പിന്നെ മിനിഞ്ഞാന്ന് അവൾ തന്നെ പറഞ്ഞത് എന്ത് എന്റെ കുട്ടികളുടെ വാപ്പയില്ലപ്പോ അവര് ഒഴിവാക്കി പോയി, എനിക്ക് അറിഞ്ഞൂടാ, എന്റെ വിധിയാണ്, എന്ത് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ മെയിൻ വിഷയം എന്തായിരുന്നു അറിയോ? ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു വീടിന്റെ ഉള്ളിലുള്ള വിഷയങ്ങളെ വെറുതെ യൂട്യൂബിലേക്ക് വലിച്ചിടുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവര് ജീവിക്കാതിരിക്കേ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഫാമിലി ഇഷ്യൂ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാർ ഇന്നിപ്പോ ഒരു ലൈവ് ഇട്ടിക്കണം. ഇന്നിപ്പോ എനിക്ക് ഈ നേരം വരെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ രാത്രി ഇതപ്പോ സമയം എത്രയാണ് അറിയോ? ഞാൻ കാണിച്ചു തരാം. 1:47 പുലർച്ചെ 1:47 AM ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പൊ പുള്ളിക്കാരുടെ തന്നെ ഒരു ലൈവ് കണ്ടു. അപ്പൊ ആ ലൈവിൽ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടു. നമുക്ക് ആ ലൈവിന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. ഞാൻ എന്തായാലും ഈ വിഷയം കണ്ടിന്യൂ ചെയ്ത് പോകാൻ എനിക്കൊരു താല്പര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കേൾപ്പിച്ചുതരാം. ഇതന്നെ ഉള്ളൂ, സംഭവം ലൈവാണോ? ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. കാരണം എന്ന് വെച്ചാൽ എന്റെ ലൈഫ് നിങ്ങളടുത്ത് ആദ്യം മുന്നേ നിങ്ങൾ കാണുന്നതാണ്. ഇപ്പൊ എനിക്കൊരു ജീവിതം കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാനൊരു ഉമ്മ ആവാൻ പോവുകയാണ്. അപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സ്വാഭാവികമാണ് നടക്കുന്നത്. എന്ത് ഉമ്മയാകണതോ? ലോകത്ത് സ്വാഭാവികന്നല്ല, ലോകത്തതുള്ള കാര്യമാണ്. ഇതിലിപ്പോ അത്ഭുതമൊന്നുമില്ല. ഇതിപ്പോ എത്രയാ 3 കുട്ടികൾ ഓൾറെഡി ഇല്ലേ? ഇതിപ്പോ 4ാമത്തെ അല്ലേ? അതിപ്പോ എന്താ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കണ അത്ഭുതമാണ് അറിയണു. എന്താ ബാക്കി നോക്കാം. നിങ്ങളൊരു മസ്റൂറായും നിങ്ങളൊരു ഷാജിദാനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മള് മനുഷ്യനാണ്, നമുക്കൊരു തുണ വേണം. അത് ശരി, ഇതേപോലെ അതിനിപ്പോ നിങ്ങള് മനുഷ്യനല്ലാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ രണ്ടാമത് പറഞ്ഞത് അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. നമുക്ക് ഒരു തുണ വേണം, ഒരു 3-4 വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അഥവാ എത്രയോ ആളുകളുണ്ട് ഹസ്ബൻഡിന് എന്തെങ്കിലും ആക്സിഡന്റോ അതല്ലെങ്കിൽ വേറെ ആയിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ടൈമിൽ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊരു തുണ വേണം എന്ന് അവരുടെ വീട്ടുകാർ തീരുമാനിക്കുന്ന സമയത്ത് ഇഷ്ടമുണ്ടായിട്ടോ ഇഷ്ടമില്ലാതെ മറ്റൊരു പങ്കാളിനെ തെരഞ്ഞെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അവരുടെ ഒരു വിധിയാണ്. അതൊക്കെ നമ്മുടെ സൃഷ്ടാവിന്റെ കയ്യിലുള്ള തീരുമാനമാണ്. അതുകൊണ്ട് അതിന് നമുക്കൊന്നും വിധി എഴുതാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നൊക്കെ ഓക്കെയാണ്. അതിന് ഞാനും എതിർപ്പില്ല. ഇനിയിപ്പോ 2 ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞത്. ആ വിധിക്ക് വിടുകയാണെങ്കിൽ 2 ആയിക്കോട്ടെ. പക്ഷെ അയിമീ നിൽക്കണില്ല. എന്നാലോ ഈ ഭർത്താക്കന്മാരൊക്കെ ജീവനോടെ ഉണ്ടേനും അല്ലെ? നീ റീസൺ പറയുന്നത് എന്താ? വെള്ളമടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനിയില്ലാത്ത കുറ്റമൊന്നും ഉണ്ടാവൂല. എന്നാലോ കല്യാണം കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചിട്ട് ആളുകൾ കയ്യകി പുറത്തിറങ്ങുമ്പോഴത്തിന് അടുത്ത എന്റെ ലൈവ് വരും. ഇച്ച് വള്ളയിലാണ്, ഇച്ച് നെഞ്ഞത്താണ്, ഇച്ച് മുതുകത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഉള്ള സമയങ്ങൾ മുഴുവൻ തല്ലുമ്പൊക്കാണ്. അതിനൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ബാക്കി കേൾക്കാം. ഒരുപാട് സന്തോഷം. നിങ്ങൾ ലാസ്റ്റ് ഇട്ട വീഡിയോ കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട്, ഞാനേ ഹറാമുള്ള കുട്ടിയല്ല, അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ ഉപ്പ ഉപേക്ഷിച്ച് പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇതൊക്കെ ഇജ്ജാ പറഞ്ഞത്, ഞങ്ങൾ ആരും വന്നതല്ല പറഞ്ഞത്. ഇപ്പൊ മാന്യമായിട്ട് ആരോ കമന്റ് ഇട്ടിക്കാണ്. അല്ല നിങ്ങൾ പറഞ്ഞു ലാസ്റ്റ് വീഡിയോയില് നിങ്ങളൊരു ഉമ്മയാകാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോ പിന്നെ അറിഞ്ഞതിൽ സന്തോഷം എന്നുള്ളതും പറഞ്ഞു. അപ്പൊ ആ ആൾക്ക് മറുപടി കൊടുത്തതാ, ഞാൻ അങ്ങനെ അറാമൊന്നും അല്ല, എന്റെ കുട്ടർ ആപ്പ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാന്ന്. എങ്ങനെ ഇന്നലെ വന്നിട്ട്
ഇനിയിപ്പോ ഇതായിരിക്കും യോഗം. എന്റെ കുട്ടിക്ക് വാപ്പല്ല എന്നൊക്കെ പറഞ്ഞത് ഇജ്ജല്ലേ മോളെ. അപ്പൊ എന്നോടിപ്പോ മാന്യായിട്ടല്ലേ ചോദിച്ചത്. നിങ്ങൾ ഉമ്മയാകാൻ പോവുകയാണെന്ന്. അതിനെന്തിനാ ജീ കുറച്ച് ചാടുന്നു? അനക്ക് മര്യാദക്ക് ഒരു ഉത്തരം പറഞ്ഞാൽ എന്താ? ഇതൊക്കെ തന്നെ നിങ്ങളെ പ്രശ്നം. ഇതിനൊക്കെ എതിരായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്കി പറ. കമന്റ് വായിക്കുന്നില്ല പറയൂ. ഇക്കടെ ചാനലിൽ ഇപ്പൊ ഒരു മൂസല് കുറെ തെറിയൊക്കെ കൊടുത്ത് സെഫീനാക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമല്ല. ഓരോരുത്തര അല്ല അവളെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ അവൾക്ക് പൊള്ളി. അപ്പോഴും എന്നെ വിളിക്കുന്നതും ഷാജിദാനെയൊക്കെ വിളിച്ചിട്ടുള്ളതും ഒക്കെ എന്തൊക്കെയാ? ഇജ്ജ് എന്റെ കാര്യം പറ. ഇജ്ജ് എന്തിനാ ഈ സാജിദാനം ഇങ്ങനെ ദിക്ക് വലിച്ചിരുന്നെ? ഓളിപ്പോ ഓളെ പണി നോക്കി പോവുകയല്ലേ. ഇജ്ജ് പണക്കൊരു കൂട്ടം എന്തിനാ പിടിക്കണേ? പിന്നെ സാജിദാന്റെ കാര്യം മറ്റുള്ളവർ പറയുന്നത് എന്താ അറിയോ? എൻ്റെ അടുത്ത് സാജിദാന്റെ വേറൊരു വേർഷൻ ഉണ്ട് ഇപ്പോ. അതെന്താ അറിയോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ പൊളിച്ച തെറിയെന്ന് വിളിക്കും. തെറി കൊണ്ട് ആളുകളെ ഒതുക്കാം, തെറി കൊണ്ട് ആളുകളുടെ മുമ്പിൽ ഹീറോയിസം കാണിക്കാന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിന്റെ മുമ്പിൽ പാറ്റ അതപ്പതിച്ച് നടക്കുന്നത്. തെറി ഒന്നിനും പരിഹാരമല്ല, തല്ലും ഒന്നിനും പരിഹാരമല്ല. മാന്യമായിട്ട് ഉത്തരമുണ്ടോ അത് കൊടുക്കുക, ഇല്ലേ വാ പൊത്തി മുണ്ടാതിരിക്കുക. അല്ലാതെ ഇന്ന് മാപ്പിള പോയി നാളെ പേറാണ് മറ്റന്നാ പള്ളിയിലാണ് ഇജാതി കഥകളുമായിട്ട് ഇങ്ങോട്ട് വന്നു. അതിന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചേ പറയാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലെ കുറെ തെറിയാണ്. അയ്യോ ഇവളൊക്കെ തെറി വിളിച്ചത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മാര് തെറി. ഞാൻ എന്റെ കിളി തന്നെ പറയും. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തപ്പോ അതൊന്നും ഇത് കാണിക്കണില്ല. കാരണം അതൊന്നും കാണാൻ നമുക്ക് നമ്മുടെ ചാനലിന് സ്റ്റാൻഡേർഡ് ഇല്ലേ, അതുകൊണ്ട് ഇടാനിട്ടാണ്. ഇതാ ഞാൻ ബാക്കി കേൾപ്പിച്ചരാം. ഓനോടൊന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞ ഇജ്ജ് പറയണ തന്നെ തിരിയണില്ല. അതിന്റെ ഇടയിൽ കൂടെ ഓന് എന്താ പറയണേ? അതെ പബ്ലിക്കിന് മൊത്തത്തിൽ കാണിക്കില്ല, യൂട്യൂബിന് മാത്രമേ കാണിക്കുള്ളൂ. അവൻ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ട് അവൻ ഇന്നലെ ഇക്കാക്ക് ഫോൺ നമ്പർ കാണിക്കുന്നില്ല. അവൻ ഇക്കാക്ക് നല്ലൊരു മെസ്സേജ് കാണിക്കുന്നില്ല. എനിക്കത് കാണിക്കാതെ മോളെ മാത്രം കാണിക്കാം. ഇത് കണ്ട മോളെ ചേർത്ത് വെച്ചിട്ടാണ് അവൻ വീഡിയോയില് ഒന്നും കാണില്ല വന്നിരിക്കുന്നത്. ഓക്കെ അപ്പോഴും നമ്പർ കാണിക്കാത്തെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ട്. അപ്പൊ ഒരു പെണ്ണിന്റെ തല കഴിച്ചിട്ട് ബാക്കി ശരീരം മൊത്തമുള്ള വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കത് പബ്ലിക്കില് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹലാലായ മലപ്പുറത്ത് ആരാ ഉള്ളത്? നിങ്ങളുടെ വീട് എവിടെയാണ്? നമുക്ക് മലപ്പുറത്ത് ആരില്ല. ആളുകൾ പറഞ്ഞോട്ടെ ഹലാലായ മാർഗത്തിൽ ഉണ്ടായതല്ലേ. പിന്നെ ഹായ് അസ്സലാമു അലൈക്കും. വലൈക്കും. ആരോ നെയ്സിലയിൽ ചോദിക്കുന്നുണ്ട് മലപ്പുറത്ത് അതിന് ഹലാലായ ആരാണ് ഉള്ളത് എന്നൊക്കെ. നമ്മള് മലപ്പുറത്തൊന്നും അല്ലാന്ന്. ഇജ് മലപ്പുറത്തേക്കൊന്നും വരണ്ട. ഞങ്ങള് മലപ്പുറത്ത് അതിന് വേറെ ഒരുത്തനെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അതിലപ്പുറം എങ്ങനെയൊക്കെ ചീത്തപ്പേര് വാങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഓൻ വാങ്ങി തരുന്നുണ്ട്. മറ്റേ നമ്മളെ കാക്ക ജാസി. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ കൂടെ ഇജ്ജും കൂടിയും വരണ്ട. ഇജ്ജിപ്പോ ഏത് ജില്ലയാണെങ്കിലും അവിടെ നിന്നോ. ബാക്കി പറ. ഞാൻ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. അതിനൊന്നും ഒരു കമ്മിയില്ല. മാഷാഅല്ലാ. വീഡിയോ നിങ്ങൾ പറഞ്ഞു അതേ ഒരേ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ നിങ്ങളെ ബേക്കിന്ന് പറഞ്ഞില്ല. എന്റെ കൺഫേം സുഖമല്ലേ? സുഖമാണോ? അസുഖമാണ്. അസുഖം ഞാൻ ഇപ്പൊ ലൈവ് വരാൻ കാരണം എന്ന് വെച്ചാല് ടീമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവണം. നമ്മളെ ഈ ചങ്ങായി എവിടെ ഇരുന്നിട്ടാ നീ പറയുന്നത്? ഡോക്ടറെ കാണിച്ചോ? ഇല്ല. ഫാത്തിമ എന്താ സ്പെഷ്യൽ ഇത്താ? കാണിക്കണമെന്നുള്ളവരൊക്കെ കാണിക്കും, പക്ഷെ ഇപ്പൊ കാണിക്കുന്നില്ല. വേണ്ട വെറ്റിച്ചിട്ട് കാണിച്ചാ മതി. മൂന്നുപേരും ഒരാള് പഠിക്കുന്നു, രണ്ടുപേര് കളിക്കുന്നു. എല്ലാരും ലൈക്ക് അടിക്കും മക്കളെ. ഓ നിങ്ങൾ വേർപിരിഞ്ഞു വീഡിയോ കണ്ടു. അന്ന് വഴക്കിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഛർദി ഉണ്ടായില്ല. ക്ഷീണവും തളർച്ചയും. നല്ല ക്ഷീണവും തളർച്ചയാണ്. ഛർദിലില്ല മക്കളെ. അതൊന്നും തുടങ്ങാറായില്ലല്ല. 1.5 മാസം കഴിയണ്ടേ? 1.5 ആയില്ല. അസ്സലാമലൈക്കും. ഓക്കെ. ഇതിലൊക്കെ മജ്‌ലിസുനൂറിന്റെ ക്ലാസ്സിനായി വന്നിട്ടുണ്ട്. ഇവളോട് ഇങ്ങനെ സലാം പറ. പ്രഗ്നന്റ് ആയത് നിന്റെ ഉമ്മ അറിഞ്ഞു? വീഡിയോ കാണും. അത് പൊളിച്ചു. എന്തായാലും ഓള് നാട്ടുകാരോട് മുഴുവൻ ഓൾക്ക് പള്ളിയിലാണെന്നുള്ളത് പറയണേ. അപ്പൊ ആരോ കമന്റിൽ ചോദിച്ചിക്ക
അല്ല ഉമ്മ അറിഞ്ഞോ അത്? പിന്നെന്താ വീഡിയോ കാണും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മക്ക് ഇവളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ആദ്യം യൂട്യൂബിൽ കയറണം. അതാണ് അവസ്ഥ. ഉമ്മ അറിഞ്ഞോ എന്ന് ചോദിക്കണില്ല, മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത്. വീഡിയോ കാണുന്നു. ഇതാ വീഡിയോ കാണും ഉമ്മ. മക്കളെവിടെ? മക്കൾ കളിക്കുന്നു. ഹിന്ദിയൊന്നും അറിയില്ല. ഉറുദു അറബിയൊക്കെ ഉണ്ട്. ഉമ്മ എന്താ പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്തൊക്കെ അമ്മ തുമ്പിയോ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു പറയണു. നമുക്ക് ഇതൊന്നേ ഫാസ്റ്റ് അടിച്ചു വിടാം. കാരണം എന്താ അറിയോ, ഇവളെ വായിന്ന് എന്തെങ്കിലുമൊക്കെ മൊയിഞ്ഞ് കിട്ടുമ്പോഴത്തേന് എന്താ പറയാ, വെള്ളിയാഴ്ച തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ആകുമ്പോഴത്തേനും ഗജൂല. അപ്പൊ നമുക്കൊന്ന് ഫാസ്റ്റ് അടിക്കാം. ഹായ് ആകാശ്, ഡോക്ടറെ കാണിച്ചില്ല. ഷാനു ഇവിടെ ഉണ്ട്. 2-3 യൂട്യൂബർമാരെ കൊണ്ട് സഹിക്കാൻ വയ്യോകളെ. ഇതിപ്പോ ഫാസ്റ്റ് അടിച്ചിട്ട് എങ്ങനെ? ഇതിൽ കമന്റ് ഇട്ട ജുമൈല ഷാന്റെ വൈഫാണോ? അല്ല. മാഷാ അല്ലാ, നജി ഗർഭിണിയാണോ? അതെ, പ്രഗ്നന്റ് ആണ്. ഛർദി ഉണ്ടോ? ഇല്ല പന്ന. ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. പക്ഷേ അമ്മയും ബാപ്പയും വന്നില്ലേ? ഇല്ല. യൂട്യൂബിൽ വരും കമന്റ് വഴി. ഞാൻ പറഞ്ഞില്ലേ ആരുമില്ല. ആരുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് പറയണം. എന്തെന്ന് അറിയാമോ? ആരും ഇല്ലാത്തോണ്ടാണ്. സന്തോഷം. കേട്ടില്ലേ? പാവാണ്, ആരുമില്ല. ഇത് പണ്ട് ഒരുത്തം സ്വന്തം തന്തനെയും തള്ളനെയും തലക്കടിച്ചന് കൊന്നു. എന്നിട്ട് ഓനെ കോടതിയിൽ പോയപ്പോ പിന്നെ ഓനെ കോടതിയിൽ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഞാൻ ഒരു അനാഥനാണ്, അതുകൊണ്ട് കോടതി എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പൊ കോടതി ഓനെ വെറുതെ വിട്ടു. അതിന്റെ കാരണം ബോധിച്ചത് അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥനാകും കൊണ്ട് ഓനോട് കോടതി ഒരു പരിഗണന കാണിച്ചു എന്ന്. എങ്ങനെയുണ്ട്? അതേമാതിരി അപ്പൊ അവള് പറയുന്നത് സ്വന്തം തള്ളനോടും തന്തനോടും വെല്ലുവിളിച്ച് തെറ്റിയിട്ട് 4മതൊരു ചങ്ങായിയുടെ പിന്നാലെ പോന്നിട്ട് ഓളെ റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ലൈവ് ഇട്ടിട്ട് പറയണേ ആരുമില്ല അച്ഛ. പിന്നെ യൂട്യൂബിൽ നോക്കിയാൽ അവർക്ക് ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ എന്റെ വിവരങ്ങൾ അറിയാലോ. അത് അങ്ങനെ അറിഞ്ഞാൽ മതിയല്ലോ. ഇവള് ഈ 3 എത്രാമത്തെ 5-മത്തെ 4-മത്തെ പ്രസവിക്കണത്. ആ കുട്ടികൾ ചിലപ്പോൾ നാളെ യൂട്യൂബിൽ കയറിയിട്ടാക്കാരം നിന്റെ വിശേഷങ്ങളും അവരുടെ വിശേഷങ്ങളൊക്കെ അതിലറിയാം. മനസ്സിലായോ? ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന കേട്ടിട്ടില്ലേ? അത് കൊല്ലത്ത് തന്നെ കിട്ടും. ഇത് കണ്ടോ? മകളെ, 1-മത്തെ ലൈഫ് 2-മത്തെ ലൈഫിൽ വന്നപ്പം 1-മത്തെ 2-മത്തെ ലൈഫ് തകർത്ത്, 2-മത്തോ 3-മത്തെ ലൈഫ് തകർത്ത്, 3-മത്തെ ഒന്നും ജീവിച്ചിരിപ്പില്ല. ഇപ്പൊ 1-മത്തോ 4-മത്തെ ലൈഫ് തകർക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ പറ, ഇതൊക്കെ സിനിമയെ വെല്ലുന്ന. ഞങ്ങൾ എന്ത് പറയാനാ? അനക്കെന്നെ പിടുത്തല്ല അത് എത്ര ഉണ്ട് എന്നുള്ളത്. 1-മത്തത് 2-മത്തെ ചാടി, 2-മത്തത് 3-മത്തവനക്ക് ചാടി, അതിലൊരാള് മരിച്ചു. അത് കഴിഞ്ഞ് 4-മത്തേക്ക് ചാടി. ഇതിന്റെ ഇടയിൽ എവിടെ ഞങ്ങൾ എന്റെ നിരപരാധിത്വം കണ്ടുപിടിച്ചത്? ജന്നെ പറ. ഇതൊക്കെ ഇവിടെ വന്നിരുന്ന് പറയാൻ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എന്ത് 1-മത്തത് കഴിഞ്ഞു, 2-മത്തെ കഴിഞ്ഞു, 3-മത്തെ കഴിഞ്ഞു, 4-മത്തെ ആയി. അപ്പോഴും നിരപരാധി ജന്നെ. അതേതായാലും പൊളിച്ചു. ശരി, എന്നാ ഇനി പറ. ഇതിമ്മ നിർത്തുന്നുണ്ടോ അതോ ഇനി തുടങ്ങുവോ അടുത്തതും? അപ്പൊ കഴുത്ത് വെട്ടി വെച്ച് ഇതിങ്ങനെ കാണിച്ചു കൊടുത്താൽ അത് മുണിങ്ങി പറയാൻ വന്നത്. വെട്ടി വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ എജിലെയാണെന്ന് അറിയുമല്ലോ. ഇക്കാക്ക് അറിയാലോ എന്റെ ശരീര പ്രകൃതം ഏത് ടൈപ്പിലതാണെന്ന്. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. ഭാര്യന്റെ എന്തായാലും പ്രവൃത്തികൾ ഭർത്താവിന് അറിയാൻ പറ്റും, ഇല്ലേ? അറിയാൻ പറ്റും. അള്ളാഹ്ക്കറിയാം. അപ്പം ഭാര്യന്റെ കാര്യങ്ങളെല്ലാം ഭർത്താവിന് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞോണ്ട് ഒഴിവാക്കിയത് തന്നെ. അപ്പോഴ് അതേപോലെ ബന്ധം തകർക്കാൻ വേണ്ടിയാണ് അടുത്തത് നിൽക്കുന്നത്. റഹീമിന് എന്ത് കിട്ടാ? 1-മത്തവൻ 2-മത്തെ ലൈഫ് തകർത്ത്, 2-മത്തോ 3-മത്തോന്റെ ലൈഫ് തകർത്ത്, 3-മത്തെ ലൈഫ് തകർത്ത്, 3-മത്തോ മരിച്ചുപോയി. കേട്ടില്ലേ നിങ്ങളെ? തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ഒരൊറ്റ ഹൈവേ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ വന്ന് കൂട്ടിയിടിച്ചിന വണ്ടികളൊക്കെ പറയാണ് അത് താഴത്തെ റോഡ് ഉള്ളതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? അതേമാതിരി അപ്പൊ ഇവളെ ഉപമ 1-മത്തോ 2-മത്തോനോട് ഇവളെ കുറിച്ചിട്ട് മോശം പറഞ്ഞു. അങ്ങനെ ഓളെ 2-മത്തെ ലൈഫ് തകർന്നു. 2-മത്തോ 3-മത്തോനോട് പറഞ്ഞു, അങ്ങനെ 3-മത്തോനും ഒഴിവാക്കി ഓളെ ലൈഫ് തകർന്നു.
ഇപ്പൊ മൂന്നാമത്തോ നാലാമത്തോ അടുത്ത് പറയാല്ല അത്രേ അതെന്താ ഓ മരിച്ചു പോയിന്ന്. സത്യം പറയാലോ അവളെ, ഈ മരിച്ചോന്റെ പെരക്കാരെങ്ങാനും ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളത് മരിച്ചത് നന്നായി എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നാലാമത്തോ പോകുമ്പോ മൂന്നാമത്തോന്റെ മണ്ടക്കിടേണ്ട പരിപാടിക്കല്ലേ ഇജ്. അതിനിപ്പോ ഇനി ഒരു വകുപ്പുമില്ല. ഇനിയിപ്പോ എന്താ ഇജ് ഒന്നാമത്തെ രണ്ടാമത്തെ തലയിൽ പറഞ്ഞു, രണ്ടാമത്തത് മൂന്നാമത്തോന്റെ പറഞ്ഞു. മൂന്നാമത്തോ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തോൻ എന്തിനാ പോയി എന്നുള്ളത് ഒരു റീസൺ കാണിക്കണം. അതിനിപ്പോ എന്ത് പറയുന്ന ആലോചിച്ചിട്ടപ്പോ ഓളെ ടെൻഷന്. അത് സാറില്ല, നമുക്ക് എന്തെങ്കിലും പറ. അത് ഞാൻ മുടക്കിയെന്നാണ് പറഞ്ഞോളൂ. എന്നാലും വേണ്ടില്ല, ആ മരിച്ചോ ആ കബറ് കിടന്നോട്ടെ പറ. അത് ശരി. അപ്പോഴും ഓളെ മറ്റേ ഉന്നം ഒന്നാമത്തിമ തന്നെയാണ്. ഏത് മൂന്നാമത്തോ ഇല്ലല്ലോ. അപ്പൊ വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോയി. ഇതെന്താ ഫാനോ കറങ്ങിയോടത്തു കൂടെ തന്നെ കറങ്ങണം. എന്നാ അവന് വേറൊരു പെണ്ണുണ്ട്, വേറൊരു ഭാര്യയുള്ള ഒരു അൻസി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒരു തായി വിളിച്ചുകൊണ്ട് വന്ന് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അവൾക്ക് 3 കൊച്ചുങ്ങളുള്ളതാണ്. അവളെ അത് വയ്യാത്ത പെങ്ങളെയൊക്കെ റൈമിന്റെ പെങ്ങളെയൊക്കെ അടിച്ചിട്ട് പാറയുടെ അവിടെ വാടകയ്ക്ക് താമസം. അവള് കടയിലൊക്കെ നിൽക്കും. അവള് ലുലുമാളിൽ ഇപ്പൊ ജോലിയാണ് ട്രിവാൻഡ്രം. അപ്പൊ യവനിപ്പോ പെണ്ണെ ഇല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് അവള് കത്തൊക്കെ എഴുതി വെച്ചിട്ട് മുങ്ങിയതാണ്. അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ച സീനാണ്. കാരണം എന്താ അറിയോ, ഈ ഒരു പെണ്ണ് കെട്ടി ഒഴിവാക്കിയിട്ട് പിന്നെ വേറൊരു പെണ്ണ് വരിക, എന്നിട്ട് ആ പെണ്ണും ഒഴിവാക്കിയ പെണ്ണും പാടം കെട്ടി ജോയിന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ഓല് രണ്ടാളും നല്ല ആളുകളാക്കാലോ. അതിൽ യാതൊരു സംശയം നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. അപ്പോ പിന്നെ ഒന്നാമത്തെ തന്നെ തെറ്റ്. അത് ഏറെക്കുറെ മനസ്സിലായി. ഇനി ബാക്കി പറയാം. ഞാൻ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞതിന് ശേഷമാണ് എവളുമായിട്ട് പ്രേമത്തിലാവണത്. സത്യത്തിൽ ആ വണ്ടി അത് വിശ്വസിച്ച് അവൻ കുടിച്ചോണ്ട് തലാഖ് ചൊല്ലിയെന്നുള്ള കാര്യം ഇവനിക്ക് മാത്രമേ അറിയാവുള്ളായിരുന്നു. ഇത്ത പൊളിയാണ്. അതുകൊണ്ട് എനിക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാല്, എന്തായാലും രണ്ടുപേര് തമ്മിൽ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കില്ലല്ലോ, ഇഷ്ടപ്പെടാതെ കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല. അല്ലെ കൊള്ളാം, അതൊക്കെ മറ്റേ പീഡനമായിരിക്കും. ഒരിക്കലും ഒരു പെണ്ണിന് ഒരാണിനെ പീഡിപ്പിക്കാൻ പറ്റില്ല. നടക്കണമില്ല. എന്റെ ഈ ലൈഫ് എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഇക്ക എന്നിൽ നിന്ന് പോവില്ല. ഒരു 4-5 മണിക്കൂർ മുമ്പാണ് ഇക്ക പോയി പറഞ്ഞിട്ട് ഓളന്നെ പോസ്റ്റ് ചെയ്ത്. എന്നിട്ട് ആ ചങ്ങായി വള്ളക്ക് വലിച്ചപ്പോ തിരിച്ചു വന്നപ്പോ പിന്നെ ഓന്റെ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ ഇത് പറയാം. ഇത് കേൾക്കുമ്പോ എന്ത് ചെയ്യും, ചെറിയൊരു കാരണം മതി അപ്പൊ ഇറങ്ങിപ്പോവും. കാരണം എന്താ, അങ്ങനെ ഇവളെ തോൽപ്പിച്ചാൽ നടക്കുള്ളൂ. ഇവര് കുട്ടികളമായി തൊട്ടുവണ്ടി കളിച്ചാണ്. ഏത് ഇതാ പോയി ഇതാ വന്നു. എന്തത് ഓടീശ്വരം പരിപാടി. ബാക്കി പറ. എന്ത് തിന്നാൻ ആഗ്രഹം? ചക്ക, ഒരു പാത്രം മാങ്ങ കുടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. കാണണോ? മസൂദാരെ വാപ്പയാണ് ഇപ്പോഴത്തെ ശല്യം. വാപ്പാന്നൊന്നും പറയാൻ പറ്റൂല, പട്ടിയ. അപ്പൊ ഇജല്ല പറഞ്ഞത് കുറച്ചു മുമ്പ് ഭയങ്കര വേദോതിന്നല്ലോ. പെണ്ണ് മറ്റേ ആണിനെ ഇഷ്ടപ്പെടാതെ, ആണ് പെണ്ണിനെ ഇഷ്ടപ്പെടാതെ, പിന്നെ മറ്റേ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവൂലല്ലോ, അങ്ങനെ പറ്റില്ലല്ലോ എന്ന്. ഇപ്പൊ ആ ചങ്ങായിനെ തന്നെ ഇജ്ജ് പറയണത് മസ്റൂഖോ വാപ്പയാണ് പട്ടിന്നൊക്കെ. അപ്പൊ ഇതായിരുന്നു എന്റെ ഇഷ്ടമെങ്കിൽ പിന്നെ എങ്ങനെയത് എക്സാണ്ടർ വഴിയാ? എനിക്കൊരു പിടുത്തല്ല ഇപ്പോൾ എന്തൊക്കെയത് ഈ പറയണതെന്ന്. എല്ലാരും പൊന്നന്മാരാ. ഒരു ചക്ക മതി. ഉമ്മ എവിടെ? ഉമ്മ വൈക്കാന്റെ വീട്ടില്. കുട്ടികളൊന്നും കുട്ടിയായാലൊന്ന് ട്രിവാ. എന്താ മാങ്ങയോടൊരു പ്രിയം പറ കേക്കട്ടെ. പറയൂല. വീട്ടിലല്ല, നമ്മളെ വീട്ടില്. എന്റെ സ്ഥലം പാലക്കാടാ. അപ്പൊ ഒരു ചക്ക ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരണം. വീട് കിടക്കുന്ന വീട് നിറച്ചും പിള്ളേരാവട്ടെ. അതെ, അതൊക്കെ നല്ല കാര്യമാണ്. എത്ര കുട്ടികളെ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റും അത്രയും കുട്ടികളെ നിങ്ങൾ പ്രസവിച്ചു. അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഈ ആഴ്ചക്കാഴ്ചക്ക് മാപ്പണ്ട മാറ്റായിരുന്നാ മതി. ഷാനുഖാനെ കട്ടിറങ്ങിയോ? ആര് ഷാനുഖാക്കോ? അതെന്തെങ്കിലും ആവട്ടെ. ഇതൊന്നുമല്ല. ഇന്നിപ്പോ കുറച്ചു മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിക്കണു. എന്തിനെ? ഷെഫീനാനെ തെരഞ്ഞു പോയിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? അത് കണ്ടവരുണ്ടാവും. എന്നാലും ഞാൻ കാണിച്ചു തരാം. എല്ലാത്തൊരു പരിപാടി ഇല്ല. നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവേണ്. എവിടെയെന്നറിയാമോ? പള്ളിക്ക പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ നമ്മള് ഷെഫീനെ കൊണ്ടുചെന്നൊരു കേസ് കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ 3-4 തവണ വിളിച്ചു. ഷെഫീനെ
തവണ വീണ്ടും വിളിച്ചു. അപ്പൊ ഇന്നലെ അറുമ്പാതാവട്ടെ, പള്ളിക്കൽ സ്റ്റേഷനിൽ ഒരുപാട് തവണ ഈ ആവശ്യം പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ എന്റെ തുറപ്പിച്ചിട്ടാണ്. കാരണം രായമ്മ ചെയ്ത വീഡിയോയ്ക്കും ഈ വീഡിയോയ്ക്കും ഇന്ന് 3-4 ദിവസം കൊണ്ട് നിരന്തരം എന്നെ കുറിച്ച് ചെയ്യണല്ലോ. 5-ാമത്തെ കൊച്ചിന്റെ തന്തയാര്, 6-ാമത്തെ കൊച്ചിന്റെ തന്തയാര്, സ്വാഭാവികമായിട്ട് ഏതൊരു പുരുഷനും ഉണ്ടാവുന്ന ദേഷ്യം തന്നെയാണ് ഉണ്ടായത്. എന്നാൽ നമുക്ക് പള്ളിക്കൽ സ്റ്റേഷനിൽ ഒരുപാട് തവണ ഈ ആവശ്യം പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ എന്റെ തുറപ്പിച്ചിട്ടാണ്. കാരണം രായമ്മ ചെയ്ത വീഡിയോയ്ക്കും ഈ വീഡിയോയ്ക്കും ഇന്ന് 3-4 ദിവസം കൊണ്ട് നിരന്തരം എന്നെ കുറിച്ച് ചെയ്യണല്ലോ. 5-ാമത്തെ കൊച്ചിന്റെ തന്തയാര്, 6-ാമത്തെ കൊച്ചിന്റെ തന്തയാര്, സ്വാഭാവികമായിട്ട് ഏതൊരു പുരുഷനും ഉണ്ടാവുന്ന ദേഷ്യം തന്നെയാണ് ഉണ്ടായത്. എന്നാൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം. നമുക്ക് ഒരുപാട് തവണ സ്ട്രൈക്ക് തന്നു നോക്കി, പറ്റിയില്ല. അപ്പൊ ചാനല് ഞാൻ പള്ളിക്കൽ സ്റ്റേഷനിൽ എല്ലാവർക്കും അറിയാം. ഈ പരിസരങ്ങളിലുള്ള യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന ഞാനാണ്. അപ്പൊ എന്തായാലും ഷാനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് പരിഹരിക്കാനും അറിയാം കേട്ടാ. പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ ഒന്നും ചെയ്യത്തൊന്നുമില്ലല്ലോ. ഇതുകൊണ്ടെങ്കിലും പള്ളിക്കൽ സ്റ്റേഷൻ ഒരു അമ്മച്ചി ലൈവ് ഇട്ടേക്കണ്. അപ്പോഴ് ഇക്ക പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞു. കാരണം ഇന്നും ഇന്നലെയല്ല, 1.5 വർഷം കൊണ്ട് അസൂറാത്ത നിർത്തി. പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ അസൂറാത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അസൂറാത്ത നിർത്തി. പക്ഷെ ഇവര് നിർത്തിയില്ല. ഷെഫീനപ്പം ഇതിന് മുന്നേ എന്റെ വീട്ടിൽ തിരക്കി വന്നോളാണ്. എനിക്ക് 1.5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നും ബാക്കി കാര്യങ്ങൾ. അപ്പൊ അന്ന് മേഡം ചോദിച്ചു, നീ എന്ത് വീഡിയോ ഉണ്ടോ? ഞാൻ പറഞ്ഞു എന്റെ ഫാമിലി വ്ളോഗാണ് ഇടുന്നത്. കാരണം പള്ളിക്കൽ സ്റ്റേഷനിൽ നമ്മൾ ഫേമസും ആണ്. നമ്മൾ ഒന്നായത് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടാണ് ഒന്നായേക്കണത്. നമ്മള് ഷാന്റെ കൂടെയാണ് ഞാൻ ജീവിക്കണതെന്നും സ്റ്റേഷനിലാണ് എഴുതിയത്. അപ്പൊ 5-ാമത്തെ കുട്ടീന്റെ തന്ത ആരും എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ നേർക്ക് ഷെഫീനായെ കാണാൻ പോവേണ്. ഒന്നും കൂടെ ആ കാലം ഒന്ന് കണ്ടു കേട്ടാ. അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനോട് ഞാൻ സംസാരിച്ച് അവർ സത്യം പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഈ കുട്ടിയെ ഇങ്ങനെ 3 കെട്ടിച്ചു എന്ന് പറഞ്ഞു. അന്നല്ലാതെ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച്. അവരാണായിട്ട് പറയുന്നത് അവർ ഖബറിലാണ്. അപ്പൊ ഈ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നെജിലായ എവിടെയോ കിടക്കുന്ന നെജിലായ അവൾക്ക് എങ്ങനെ അറിയാം? എന്റെ വീട്ടിൽ എന്തിനു വന്നു? ആര് പറഞ്ഞിട്ട് വന്നു? എന്റെ നാട്ടിൽ മൊത്തം ഇവിടെ എന്തിനു അപവാദം പറഞ്ഞു പരത്തി? എന്നിട്ട് ഇപ്പോഴും അപ്പം ആരാടാ ഇതിനെ കുറിച്ചിട്ട് അപവാദമൊക്കെ പരത്തി ഉണ്ടാക്കിയിരിക്കണത്? ഇതിനപ്പൊ ഷെഫീലാന്റെ അടുക്ക് പോണു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. എന്നിട്ട് നിങ്ങളെ പേരിൽ അപവാദം എന്താ ഉണ്ടായിക്കണേ? 3 എണ്ണം കെട്ടിയെന്നോ അതോ 4 എണ്ണം കെട്ടിയെന്നോ? ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്തത് പറ. ഞാൻ അറിയാതെ 1 കമ്മിയാക്കി പറഞ്ഞു. അതിന് ഇന്ന നാട്ടിൽ മുഴുവൻ പൊരിച്ചു. 3 അല്ല 4 അറിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ 2ാമത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്? അപ്പോഴാണ് ഇപ്പൊ നിങ്ങളെ 3 എണ്ണം കെട്ടിയെന്ന് പറഞ്ഞതിന് അപവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കണത്. ആ ഡീസലും പോയി പറ. വീഡിയോസ് കാണുമ്പോഴേ അറിയാം ഷെഫീൻ ഏത് തരത്തിലൊരു വ്യക്തിയാണെന്ന്. എന്തായാലും ഞാനും പോകുന്നുണ്ട് കേട്ടാ പള്ളിക്കൽ സ്റ്റേഷനിൽ. അപ്പോൾ എന്നെ ഒന്നും ചെയ്യാനൊന്നും പോണില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ അപ്ഡേഷൻ അപ്പൊ തന്നെ അറിയിക്കണം. നമ്മളിപ്പം പുതുശ്ശേരി എത്തി. എന്റെ നാടാണ്. എന്റെ സ്റ്റേഷൻ പരിധിയിലാണ് പെറ്റീഷൻ കൊടുക്കണം. എന്റെ ഷാനിനാണ് കൊടുത്തേക്കണം കേട്ടാ. ഷാനിനെ തൊടൂല, അത് വേറെ കാര്യം. ഞാൻ മേഡത്തിന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നെ ആരും തൊടൂല. ഞാൻ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ ആരും തൊടത്തൂല, ഇക്കായ ആരും തൊടത്തൂല, മക്കളെ. അതെന്താ എന്നെ തൊട്ട ഉള്ളൂ മുറിയോ? ഇവളിത് അപ്പുറത്തിരിക്കണ ചങ്ങായിനാണ് പറയുന്നത്. ഓനെന്നല്ലേ ഷാനെ? ഷാനിനെ തൊടൂല. ഈ പറച്ചിൽ തന്നെ ഒരു വെല്ലുവിളിയാണ്. ഇത് കേൾക്കുമ്പോ ഈ 2 എണ്ണം അടിച്ചിരിക്കണ ഓനിക്ക് പിരാന്ത് വരായിരിക്കുവോ? അപ്പൊ ഓൻ എന്തെങ്കിലും പറയും. പിന്നെ അയിമ തുടങ്ങും. പിന്നെ ഇവളൊരു മൂലൊക്കെ പോയിട്ട് പറയും, അങ്ങനെ വീണ്ടും പോയി. പിന്നെ ഇന്റെ മക്കൾക്ക് ഇപ്പല്ല എങ്ങനെ ഉണ്ടാകുക? ഇതല്ലേ പോലെ ഇതാ പറയണത്. ഷാനിനെ തൊടൂല. കാരണം ഞാൻ പള്ളിക്കൽ സ്റ്റേഷനിൽ അത് എഴുതി ഒപ്പിട്ട് കൊടുത്തുക്കണു. പിന്നെ പോലീസുകാരും പറഞ്ഞേക്കണു ഷാനിനോട് തൊടരുത് അവളെ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഷാന് സ്നേഹം കൊണ്ടല്ല തൊടൂല അറിയണത്. വള്ളിക്കര പോലീസുകാരെ പേടിച്ചിട്ടാ തൊടൂല അറിയണത്. അത് അപ്പുറത്തിരിക്കണ മൊയന്തിന് മനസ്സിലാകണ്ട്. അതെന്തേലും ആയിക്കോട്ടെ. ഓല കാവ്, ഓല പൂരം, ഓല നടത്തട്ടെ. ഞാൻ ചോദിക്കണ എന്ത് കിട്ടാനാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇവൾക്കൊക്കെ എന്റെ കണ്ടന്റ് ഇട്ടിട്ട്? എന്തായാലും നെജില ഷാൻ ഫാമിലി ഫേമസ് ആയി. അപ്പൊ ഇതോടുകൂടി ഇരിക്കട്ടെ. എന്തായാലും ഇതിനൊരു അറുമ്പാദം വേണമല്ലോ. എന്താ സാധനം അറുമ്പാദം? ഡീസലിനാണോ 99 രൂപ? അപ്പൊ നമ്മളിന്ന് പെട്രോൾ അടിച്ചില്ല. നമ്മള് മക്കളെ കൊണ്ടിട്ട് കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നത്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാ ഇവള് പറയണത്? പമ്പിന്ന് ഇറങ്ങിയൊക്കെ കൊണ്ടുണ്ട്. ഡീസലിനാണോ 99 രൂപ? നമ്മളിന്ന് പെട്രോൾ അടിച്ചില്ലല്ലോ അല്ലേ? പിന്നെ അതിന്റെ ഒപ്പം തന്നെ പറയണതാ കാപ്പി ഉണ്ടാക്കേണ്ട കാര്യം. ഇതന്നെ ഈ പെണ്ണിന്റെ പ്രശ്നം. എവിടെയും നിൽക്കൂല. അല്ലാതെ ഞാൻ പേടിച്ചിട്ട് എടുക്കാത്തൊന്നും അല്ലാട്ടാ. ഞാൻ സ്ട്രൈറ്റാ സംസാരിക്കുന്ന ആള് തന്നെയാണ്. ഇന്ന് സ്റ്റേഷനിലും അതുപോലെ തന്നെയാണ്. മക്കളെ വണ്ടി ഇരുത്തിയാണ്. മക്കളും കൂടെ വരണം. ഈ സ്കൂളിലുള്ള പ്രശ്നങ്ങളും പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടു. സ്കൂളിന്റെ കാര്യങ്ങൾ നാത്തൂൻ അത് പറഞ്ഞു, നാത്തൂൻ ഇത് പറഞ്ഞു, മറ്റത് പറഞ്ഞു. പബ്ലിക്കിലാണ് ഇത് പറയുന്നത്. എന്റെ 6-ാമത്തെ ആരാ പബ്ലിക്കിൽ ഇവളെ കുറിച്ച് മോശം പറഞ്ഞു? ഇവള് ഫുള്ള് പറയുന്നത് ഓളെ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണല്ലോ. ആരും അറിയണമില്ല. നോക്കിക്കോ നെജില അങ്ങനെയൊന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോയപ്പോ
നജില അങ്ങനെയൊന്നും ഇതാവില്ല. നജിലെ പുഷ്പയാണ്. ഒരു സ്ത്രീകളും ഈ രണ്ടെണ്ണം അല്ലാതെ വേറെ ആരുമില്ല യൂട്യൂബിൽ എന്നെ ഇത്രത്തോളം തരം താഴ്ത്തിയ. ഞാനൊരു പുരുഷനെ എടുത്തതാണ് കുറ്റം. ഒരു പുരുഷനെടുത്തതല്ല, 4 പുരുഷനെടുത്തതാ കുറ്റം. മനസ്സിലായോ? കുറ്റം. പക്ഷെ യൂട്യൂബ് ആ വീഡിയോ തനിയെ റിമൂവ് ആക്കി. അതുകൊണ്ടാണ് കേട്ടാ. അല്ലാതെ നമ്മുടെ ചാനലിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇക്കാന്റെ ഫോണിലാണ്. അപ്പൊ ഞാൻ ഈ ഷെഫീനാന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് വീഡിയോ ചെയ്യരുത്. അപ്പൊ ഇവക്കൊരു റീച്ചിന് വേണ്ടി എടുത്തിട്ട് ചെയ്തു. നല്ലൊരു മാസം വരുന്നു. ഒത്തിരിയെങ്കിലും ഇസ്ലാമിൽ ജനിച്ചത് തന്നെയല്ല. അവിടെ എന്തായാലും മക്കളിടുന്നവരാണ്. കലയരെ അമ്മമാരെ നമുക്ക് പറയാൻ പറ്റില്ല. അവള് കുറെ നേരം പൊട്ടിടും. അത് എവിടെ ഷാജിദായി വിശേഷിപ്പിച്ച ഒരു 2 വാക്കുണ്ട്. അത്രത്തോളം ഒന്നും മാന്യതയായിട്ടൊന്നും നമ്മളിതല്ല. പിന്നെ എവിടെ ലൈവ് വരും. നമ്മൾ ഇനിയും പറയും. നിങ്ങളത് പറയും. പിന്നെ എന്തിനാ നിങ്ങൾ വർത്താനം പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇതും തൂക്കി പിടിച്ചിരിക്കണേ? നിങ്ങളെ പറച്ചിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അടിക്കടി ഞങ്ങള് പറയും. പള്ളിക്ക് സ്റ്റേഷൻ പള്ളിക്ക് എത്തി. നമ്മള് സഫീന ബീബി ഒന്ന് കാണണ്ടേ? നിങ്ങൾക്ക് കാണിക്കാം. നിക്ക് സ്റ്റേഷൻ കാണിക്കാം. എന്തായാലും നമ്മള് പേടിത്തൊണ്ടിയൊന്നും അല്ല. നെച്ചിലാക്ക് ഒരൊറ്റ ഉമ്മയും ബാപ്പയേ ഉള്ളൂ. ഇവിടെ ഇടാൻ പറ്റൂലേ? അങ്ങോട്ട് ഇടാം. നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് അവിടെ സുനിയര. നമ്മള് പേടിത്തൊണ്ടിയൊന്നല്ല. നെജിലാക്ക് ഒറ്റ ഉമ്മയും ബാപ്പയേ ഉള്ളൂന്ന്. ഇതുമാതിരി എന്റെ മക്കൾക്ക് നാളെ പറയാൻ പറ്റുമോ? ആരോടെങ്കിലും വെല്ലുവിളിക്കുമ്പോ ഇജിപ്പ ഈ പറഞ്ഞ ഡയലോഗ് നെജിലാക്ക് ഒറ്റ ഉമ്മയും ബാപ്പയേ ഉള്ളൂ എന്നുള്ളത് പറയാൻ കഴിയുമോ? എന്റെ മക്കൾക്ക് പറയാൻ കഴിയുമോ? ഇജ് പറ. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഓല് വന്നു ഇതേമാതിരി. എന്തായാലും എന്റെ മക്കൾ തന്നെ അല്ലേ. ഓലിക്ക് നാളെ ഇതേമാതിരി സാഹചര്യം വന്നു. അപ്പൊ ഓലിക്ക് ഇപ്പൊ ഇജ് പറഞ്ഞ മാതിരി പറയാൻ കഴിയുമോ? ഇജെന്റെ ഉമ്മാനോട് തെറ്റിപ്പോന്ന ഉമ്മപ്പതിന് സമ്മതിച്ചില്ല, അതിനെ എതിർത്തു എന്നൊക്കെ അല്ലേ. എല്ലാവർക്കും ഉണ്ടാ അവരുടേതായ സ്വപ്നങ്ങളും അഭിമാനവും. ഇജ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് തെറ്റിപ്പോരുക, കല്യാണം കഴിച്ചാൽ ലൈവ് ഇടുക, ഓൻ മോശമാണ് അറിയാം, അല്ലെങ്കിൽ ഓൻ കള്ളുടിച്ചു അറിയാം, അല്ലെങ്കിൽ രണ്ടാമത്തവനെ തെറ്റിച്ചു, നാലാമത്തവനെ തെറ്റിച്ചു. ഇതൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ. എന്നിട്ട് ഓൾ ഇരുന്ന് പറയണേ നെജിലാക്ക് ആ പേടിയൊന്നുമില്ല. കാരണം എന്താ? നെജിലാക്ക് ഒറ്റ ഉമ്മയും ഒറ്റ വാപ്പയുള്ളൂന്ന്. ഇതുപോലെ എന്റെ മക്കൾക്ക് നാളെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്നത്. ഇനി അല്ല, ഇനി 4 5 കെട്ടിക്കോ, അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ? ഇവരൊക്കെ പിടിച്ചിട്ട് ഈ ലൈവിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് മെയിൻ പ്രശ്നം. ഒന്നും വേണ്ട, എന്റെ വാപ്പാക്കോ ഉമ്മാക്കോ അവർക്ക് ഒരു മോളെന്നുള്ള നിലയ്ക്ക് നിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ആദ്യം എന്റെ ചാനലിൽ കയറണം. എന്നിട്ട് അറിയണമെങ്കിൽ അറിഞ്ഞാൽ മതി എന്നുള്ള നിലപാടാണ് എന്റേത്. അപ്പൊ അനക്ക് ചാനലാണ് എല്ലാ ദുനിയാവെന്നും പറഞ്ഞിട്ടാണ് ഇജ്ജ് ജീവിക്കണത്. അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ഇവനക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനക്ക് അന്നെ എന്റെ ചാനലിലും പറ്റിയില്ലേ, ഓനും എന്റെ പണിയാക്കി പോവും. അപ്പോൾ ഇജ്ജ് പറയും അത് 2ാമത്തവൻ മുടക്കി, അത് 1ാമത്തവൻ മുടക്കി. അങ്ങനെ പോയി ഗൈസ്. ഞാൻ അപ്പോഴും ഒരു തെറ്റുകാരിയല്ല ആക്കി പറ. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നു. ഇപ്പൊ എന്തായാലും നമ്മൾ ഇതൊന്നും ചെയ്തോട്ടെ. നെജില ഷാൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്ലോഡിങ്ങിൽ ഇട്ടിട്ടേ ഞാൻ കേറു വീഡിയോ. സ്റ്റേഷനാണ് നമ്മളെ മക്കളും ഉണ്ട് കേട്ടോ. അതിപ്പോ എത്രയൊക്കെ പറയുന്നു, 3 മക്കളല്ലേ. അപ്ലോഡ് ചെയ്തിട്ട് കയറാം. അപ്പൊ അത്രേ ഉള്ളു മക്കളെ. ഒലിപ്പോ സ്റ്റേഷനിലേക്ക് മധ്യസ്ഥനെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനാണ് ഇപ്പൊ ഓള് ഇത്രയും ബിൽഡപ്പിട്ട് പറയുന്നത്. എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ സഫീന ബീബി എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. എന്റെ വിഷയം സഫീന ബീബി അല്ലേനു. എന്റെ വിഷയം ഈ ബീവിയാ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഒരു മനുഷ്യനെ വഷളാക്കുന്നതിനൊരു പരിധിയില്ലേ. ഞാൻ ഓളെ വീഡിയോ കണ്ടു. ഓളെ മാപ്പിള പോയി, ഇനി കുട്ടികൾക്ക് ആരല്ലതെ ഞാനും കുട്ടികളും അനാഥനായി, ഇതൊക്കെ പടച്ചോന്റെ വിധിയാ, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാന്നുള്ള കണ്ണീരും കഥനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത്. ഞാൻ വീഡിയോ ചെയ്ത് അപ്ലോഡിങ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കടന്നുറങ്ങി നീച്ചപ്പളത്തിനുണ്ട്. ഓളെ മാപ്പിള വരികയും ചെയ്തു. ഓൾക്ക് ഇപ്പൊ പള്ളിയിലുമായി. ഇപ്പൊ ഞാൻ ആരായി? സച്ചിയോ അതോ സോമനോ? ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് പൊന്നാര മകളെ, ഇജ്ജ് സ്റ്റേഷനിലേക്കോ എവിടുക്കച്ചപ്പയിക്കോ എന്നോട് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടാ, ഇതിപ്പോ 4ാമത്തെ അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റീനാണ് ഇപ്പൊ ഈ വീണ്ടും ഒരു വീഡിയോ ഇതിന്റെ പേരിൽ ചെയ്യേണ്ടി വന്നത്. ഇതിപ്പോ 4ാമത്തേന്നല്ല ഇപ്പൊ പറഞ്ഞത്. ശരി, ഞാനും അയിമ തന്നെ ഉറപ്പിച്ചു. ഇനി ഇതിമൊന്ന് ചാടരുത്. അത് അന്നെ ഓർത്തിട്ടൊന്നുമല്ല, ആ മക്കളെ ഓർത്തിട്ട് പറയാണ്. കാരണം ഇപ്പൊ ഇജ്ജ് നേരത്തെ പറഞ്ഞ ഡയലോഗില്ലേ, എനിക്കൊരു വാപ്പിയമ്മയുള്ളൂ എന്നുള്ളത്, ആ ഒരു ഡയലോഗ് ആ മക്കൾക്ക് ഇപ്പോഴേ പറയാൻ പറ്റാത്ത ഒരു കോലത്തിൽ ജാക്കി വെച്ചിരിക്കണു. അപ്പൊ ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടെന്ന് എന്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പൊ എന്റെ അഭിപ്രായം എന്താന്നുള്ളത് ഞാൻ ചോദിക്കണില്ല. കാരണം എന്റെ അഭിപ്രായം ആയതുകൊണ്ട് ഇതിമൊന്നും നിൽക്കാനും പോണില്ല. അതും അറിയാം. എന്നാലും ഇതൊന്ന് ആലോചിച്ചോക്കെ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒന്ന് ആലോചിച്ചോക്കെ. 1 കെട്ടി, 2 കെട്ടി, 3 കെട്ടി, 4 കെട്ടി. എന്നിട്ട് ഇപ്പോഴും ഇജ്ജ് പറയണ എന്താ? തെറ്റ് മുയ് പോലെത്തൊക്കെയാണ്. അപ്പോഴും നെജില ഒരു തെറ്റുമില്ലാത്തൊരു പെണ്ണ. അതുകൊണ്ട് ജനങ്ങളായ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി എൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ലാന്ന്. ഇനിയിപ്പോൾ തെറ്റില്ലാന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഒഴിവാക്കിയിട്ട് വേറെ ഒന്നിനെ കെട്ടാൻ നിൽക്കണ്ട. ഉള്ള മക്കളെയും കൊണ്ട് സന്തോഷത്തോടെ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ നോക്ക്. സ്വന്തം മാതാപിതാക്കളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട്.
അതിന്റെ ഒരു സുഖമൊന്നും ഈ യൂട്യൂബിൽ നിന്ന് കിട്ടണ നക്കാപ്പിച്ചുകൊണ്ട് ഒരിക്കലും തൃപ്തരാവൂല. ഒരു മനസമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവൂല. ജനങ്ങളെ മുമ്പിൽ ഒരു ഇജ്ജത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്ത് ഇജ്ജത്ത് മീൻസ് അഭിമാനം. അതാണ് നഷ്ടപ്പെട്ട പിന്നെ മനുഷ്യണ്ടല്ലോ ഇതുപോലെ കോമാളി മാത്രമേ ആവുള്ളൂ ജനങ്ങൾക്ക്. ഇങ്ങനെ പറയണ്ടല്ലോ അന്നെ കുറിച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയണോ? അന്റെ ലൈവ് ഒന്ന് കണ്ടാൽ മതി. ഇതന്നെ ഞാൻ ഫാസ്റ്റിലിട്ട് അടിച്ചിട്ടാണ് ഇത്തിരി ഒന്ന് സഹിച്ചിരിക്കണത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാപ്പിയിൽ തേങ്ങട്ട ആളാജ് ഞാനൊക്കെ നടാടെ കേൾക്കുക. കാപ്പിപ്പൊടി പഞ്ചാര ഇടുന്നത് ഞാൻ കണ്ടിരിക്കണു. തേങ്ങട്ടിട്ട് കാപ്പി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ അറിവിൽ നടാടെ. അത്തരത്തിലില്ല എന്നോടൊക്കെ ഈ എളിയവന്റെ ബുദ്ധി ഓടുവോ അതാ ഉപദേശം ഓടുവോ എന്നൊന്നും എനിക്കറിയില്ല. ഓടിയാലും ശരി ഓടിയില്ലേലും ശരി ഇനി കെട്ടരുത്. പടച്ചോനെ ഓർത്തിച്ച് കെട്ടരുത്. ഇല്ലെങ്കിൽ ആ മക്കളെ ഓർത്തെങ്കിലും ഇച്ച് കെട്ടരുത്. എന്നാ ശരി പോട്ടെ. എന്നാ സമയം ഒരുപാടായി, ഞാൻ പോവുക. കടക്കട്ടെ കുറച്ചു നേരം. ബായ്.